ഷൗക്കത്തിനെ കുറിച്ച് 1000 കാര്യങ്ങൾ പറയാനുണ്ട്. എന്തുകൊണ്ട് അവൻ വിജയിക്കില്ല എന്നുള്ളതിന് എന്ന് പറഞ്ഞ് സസ്പെൻസ് നിറച്ച് ഇന്ന് 9 മണിക്ക് മാധ്യമങ്ങളെ കാണാമെന്ന് പറഞ്ഞു പോയ അൻവർ അവസാന നിമിഷം ഇന്ന് മാധ്യമ പടയ്ക്ക് മുന്നിൽ മാപ്പ് പറയുന്നതാണ് കണ്ടത്. കോൺഗ്രസിന് മുന്നിൽ ഞാനൊരു ചെറിയ മനുഷ്യനാണ് എന്നാണ് പറയുന്നത്. കുഞ്ഞാലിക്കുട്ടിയാണ് ഇവിടെ അൻവറിനെ ഒതുക്കി തീർക്കുന്നതും മാപ്പ് പറയിക്കുന്നതും. എനിക്ക് ഇനിയും യുദ്ധം ചെയ്യാൻ വയ്യ എന്ന മട്ടിൽ തന്നെയാണ് PV അൻവറിന്റെ ഇന്നത്തെ മാധ്യമങ്ങളുടെ മുന്നിലുള്ള ആ ഇരിപ്പ്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നോ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നത് ആ കാര്യം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഒരു പകലുകൂടി വെയിറ്റ് ചെയ്യണമെന്ന് ഇത്രയും ആളുകൾ പറയുമ്പോൾ എനിക്കത് വാക്ക് ഗൗരവമായി മുഖവിലക്കെടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അതിൽ എന്നെ സഹായിക്കാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ഒരേ അവസരത്തിലാണ് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായും അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ചെറിയൊരു മനുഷ്യനാണ് ഇവരുടെ ഇടയിൽ. അപ്പോൾ അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ തൽക്കാലം ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം തൽക്കാലം ഇപ്പം മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് ബുദ്ധിമുട്ടിയതിൽ ഐ എം വെരി സോറി ഫോർ യു. ഓക്കെ, മീറ്റിംഗ് ഉണ്ട്, പാർട്ടി മീറ്റിംഗ് ഉണ്ട്. അതിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അത് 11 മണിക്ക്. ഞങ്ങൾ സെക്രട്ടേറിയറ്റ് കൊണ്ട് കൂടട്ടെ. പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ട്. മാന്യമായൊരു പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ട്. അൻവറിന് മനസ്സിലായി തന്റെ ഉഡായിപ്പിനി നടക്കില്ല എന്ന്. അൻവറിന്റെ കളി ഒന്നും സതീശന്റെ അടുത്ത് നടന്നതുമില്ല. സതീഷിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ നോക്കി. കോൺഗ്രസിനകത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും ശ്രമിച്ചു. പുറത്തു നിൽക്കുന്ന അൻവർ ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ അകത്തു വന്നാൽ എങ്ങനെയായിരിക്കും എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉയർത്തിയത്. അതുകൊണ്ടാണ് പിണറായിസത്തിന് പൂട്ടിടാനും അവസാന ആണി അടിക്കാനും വന്ന അൻവറിനെ കോൺഗ്രസ് ഇപ്പോഴും ഒരു കൈ അകലത്തിൽ തന്നെ നിർത്തിയിരിക്കുന്നത്. ഇന്നലെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നെഞ്ചും വിരിച്ച് കൊലകൊമ്പനായി പറഞ്ഞത്, അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ എന്റെ എല്ലാ സ്ഥാനമാനങ്ങളും രാജിവെച്ചത് എന്ന്. ഷൗക്കത്ത് വിജയിക്കാതിരിക്കാൻ നിരവധി കാരണങ്ങൾ ഉണ്ട് എന്നും ഒക്കെ പറഞ്ഞ് സസ്പെൻസ് നിറച്ചാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്നും അദ്ദേഹം വിട്ടത്. എന്നാൽ ഇന്ന് സോറിയും ക്ഷമയൊക്കെ പറഞ്ഞ് മുട്ടുമടക്കി തലകുനിക്കുന്ന ഒരു അൻവറിനെയാണ് നമ്മൾക്ക് കാണാനും സാധിച്ചത്.